ഗോസംരക്ഷണ സേനയായാലും അതുപോലെ ഇതുപോലുള്ള സ്യൂഡോ സയൻസുകൾ പ്രചരിപ്പിക്കുന്നവരായാലും ഇപ്പോൾ അതിൻ്റെ ഒരു ഉൽപ്പന്നം അതൊരു മാർക്കറ്റാണ് സത്യത്തിൽ. കാരണം ഇപ്പോൾ ഓൺലൈനിലാണെങ്കിലും തന്നെ ഗോമൂത്രം അടക്കമുള്ളതൊക്കെ പാക്ക്ഡ് ഐറ്റംസ് ഇപ്പോഴും അവൈലബിൾ ആണ്. ഗോഡങ്സും ഗോമൂത്രം എല്ലാം അവൈലബിൾ ആണ്. ഇങ്ങനെ ഈ സ്യൂഡോ സയൻസ് പ്രചരിപ്പിക്കുന്നവരുടെ ശരിക്കുള്ള ലക്ഷ്യം എന്തായിരിക്കും? അധികാരം നിലനിർത്താനാണെങ്കിൽ അത് ഇങ്ങനെ ഭരിച്ചു പോയാൽ പോരാ, അതിന് ഈ സമൂഹത്തെ പിന്നോട്ടടിപ്പിക്കേണ്ട കാര്യം എന്തായിരിക്കും? അല്ല, സമൂഹത്തെ പിന്നോട്ടടിപ്പിച്ചാൽ മാത്രമേ ഈ പറയുന്ന പ്രോസസ്സ്, അതായത് അധികാരത്തിൽ തുടരുക എന്നുള്ളതും അവരുടെ ഐഡിയോളജി സ്ഥാപിച്ചെടുക്കുക എന്ന് പറയുന്നത്, ഇപ്പോൾ ഹിന്ദുത്വ ഐഡിയോളജി സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് ഈ പറയുന്ന സകല സംഗതികളും. ഒന്ന് ആലോചിച്ച് നോക്കുക, ഗോമൂത്രത്തിനും ചാണകത്തിനും ഒക്കെ വളരെ ഔഷധ മൂല്യമുണ്ട്, അല്ലെങ്കിൽ ഇതൊരു വിശുദ്ധ വസ്തുവാണ് എന്ന് സ്ഥാപിച്ചാൽ മാത്രമേ പശു ഒരു വിശുദ്ധ വസ്തുവാവുള്ളൂ. പശു ഒരു വിശുദ്ധ വസ്തു ആയാൽ മാത്രമേ പശുവിനെ കൊന്നു അല്ലെങ്കിൽ പശുവിനെ അറുത്തു എന്നൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് ആളുകളെ അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഇതര മതവിദ്വേഷം ഉണർത്താൻ പാകത്തിൽ ഒരു സംഗതി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിന് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് വർക്ക് വേണം. ആ ബാക്ക്ഗ്രൗണ്ട് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗോമൂത്രം വളരെ ഔഷധമൂല്യമാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഗോമൂത്രം ഉൽപ്പാദിപ്പിക്കുന്ന പശു വളരെ ഔഷധമൂല്യമുള്ളതായിരിക്കണം, ആവണമല്ലോ. ചാണകം വളരെ കൊറോണയെ തോൽപ്പിക്കുന്ന അല്ലെങ്കിൽ COVID-19 തോൽപ്പിക്കുന്നതാണ് ചാണകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചാണകം ഉൽപ്പാദിപ്പിക്കുന്ന പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ ഔഷധമില്ല. അപ്പോൾ എന്ന് വെച്ചാൽ അത് വളരെ വിശിഷ്ടമായ സംഗതിയാണ്. വിശിഷ്ടമായ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ കാമധേനുവായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്ന ഒന്നിൻ്റെ ചെറുരൂപമാണ് എന്ന വ്യാഖ്യാനത്തിൻ്റെ തുടർച്ചയായിട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ കൊണ്ടുപോയി കിട്ടിയാൽ മാത്രമേ നമുക്ക് മറ്റ് ചില രാഷ്ട്രീയ അജണ്ടകൾ നടപ്പാക്കാൻ സാധിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ളൊരു പണിയാണ്. അതിനാണ് ഈ കാമകോടിയെ പോയിട്ടുള്ള ആളുകൾ സംരക്ഷണശാലയിൽ പോയിട്ട് പ്രസംഗിച്ച് ഇന്ധനം പകർന്നു കൊടുത്തത്. കാമകോടി ചിലപ്പോൾ അതൊന്നും ഈ പറയുന്ന വിശാലമായ രാഷ്ട്രീയ ലക്ഷ്യമൊന്നും ഉദ്ദേശിച്ചിട്ടായിരിക്കില്ല പറയുന്നത്. IIT മദ്രാസിൻ്റെ ഡയറക്ടറായിരിക്കും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്തൊരു ഉയർച്ചയിലേക്ക് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യവും അധികാരവും വെച്ചുകൊണ്ട് എത്താൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കും അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ ദശലക്ഷക്കണക്കിന് ചിപ്പുകൾ യോജിപ്പിച്ചുകൊണ്ട്, ട്രാൻസിസ്റ്ററുകൾ യോജിപ്പിച്ചുകൊണ്ട് ചിപ്പുണ്ടാക്കാൻ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാമകോടി ഇത് വിശ്വസിച്ച് പറഞ്ഞായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് അടുത്തൊരു പ്രൊമോഷൻ ഉദ്ദേശിച്ച് പറഞ്ഞായിരിക്കുന്നതേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. എന്താണെങ്കിലും ഇത് ലളിതമായിട്ടുള്ളൊരു കാര്യമല്ല. ഇതിൻ്റെ പിന്നിലൊരു പൊളിറ്റിക്കൽ അജണ്ടയുണ്ട്. ആ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇത്തരം സംഗതികൾ കുക്കപ്പ് ചെയ്യുകയും അത് പ്രൊപ്പഗേറ്റ് ചെയ്യുകയും അത് എന്താ പറയുക, ഇതാണ് ശരിയെന്ന് വിശ്വസിക്കാൻ പാകത്തിൽ ഇത് സംസാരിക്കുകയും ചെയ്യുന്നത്. പിന്നെ ഓൺലൈനിൽ ഈ പറയുന്ന ചാണകവും ഗോമൂത്രമൊക്കെ വിൽപ്പനയ്ക്ക് വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇതിന് വേറൊരു ഉപയോഗമുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നുകൂടാ. സാധാരണ വളമായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. ഗോമൂത്രം ഉപയോഗിക്കാറുണ്ട്, ചാണകം ഉപയോഗിക്കാറുണ്ട്. നമുക്കൊക്കെ കേരളത്തിലെ പല വളം വിൽപ്പനശാലകളിൽ പോയാൽ ഇത് പാക്ക് ചെയ്ത് കിട്ടും. അത് സാധാരണ ചെടികൾക്കൊക്കെ വളമായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ പനി മാറാനുള്ള ഔഷധമായിട്ടല്ല ഇതൊന്നും ഇവിടെ വിൽക്കാറ്. അപ്പോൾ അത് ഓൺലൈനിൽ വിൽക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം വെച്ചാൽ അതിൻ്റെ പർപ്പസ് ഇങ്ങനെയും ഉണ്ട്. പക്ഷേ ഇതിങ്ങനെ തെറ്റിദ്ധരിപ്പിക്കരുത് എന്നുള്ള ഒറ്റ പ്രശ്നമേ ഉള്ളൂ.